ഒരു ചെറിയ തക്കോലവും 3 കറിയാമ്പൂവും 5 ഏലക്കയും കൂടി വെള്ളത്തിലേക്ക് ചേർക്കാം. ഏലക്കയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ അളവില് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് കൂടെ ചേർക്കാം. ഇനി മസാല ചേർത്ത വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ചൊന്ന് വറ്റിയ പാകത്തിലേക്ക് ആയി വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവില് മല്ലിപ്പൊടി കൂടെ ചേർക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൂടെ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ പീസുകൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്തതിന് ശേഷം കഷ്ണങ്ങൾ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ 4 ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങി പൊടിച്ച് വെക്കണം. കിഴങ്ങ് പുഴുങ്ങിയെടുക്കുമ്പോൾ അധികം ഒന്നും വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കരുത്. 4 ഉരുളക്കിഴങ്ങിന് 1/2 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ടും. ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കൻ പീസുകൾ ഒന്ന് തുറന്നു നോക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിലെ വെള്ളമയം മുഴുവനും തന്നെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ചേർത്ത മസാലകൾ മുഴുവനും തന്നെ ചിക്കനിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ് ഒക്കെ കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസുകളൊന്ന് ചൂടാറ്റി എടുക്കാം. ചൂടാറി വരുമ്പോഴേക്കും ഇതിൽ ചേർത്തിട്ടുള്ള മസാലകൾ മുഴുവനും നമുക്കൊന്ന് പെറുക്കി മാറ്റണം. അങ്ങനെ നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇതിനുള്ളിൽ നിന്നും മസാലകളും പെറുക്കി മാറ്റിയിട്ടുണ്ട്. കുരുമുളകൊന്നും പെറുക്കി മാറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ചിക്കൻ പീസുകൾ നമ്മുടെ കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പിച്ചിയിട്ട് കൊടുക്കാം. ചെറിയ വല്ല എല്ലു ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവനും തന്നെ നീക്കം ചെയ്തിട്ട് ഇതുപോലെയാണ് ഞാനിവിടെ ആക്കിയെടുത്തിട്ടുള്ളത്.